ഇങ്ങോട്ട് വരാല്ലേ പുറകോട്ട് പോകും ഹൈറ്റില്ല മോളോട്ട് കയറിയേക്ക് ഹലോ എവിടെ പോവാ നിങ്ങള് മോളോട്ട് കയറിയേക്ക് മോളോട്ട് കയറിയേക്ക് ഇങ്ങോട്ട് വരണ്ട മോളോട്ട് കയറിക്ക് മോളോട്ട് പുറകെ തള്ളിൽ വന്ന് നിൽക്കാൻ പറ്റുന്നില്ല. പെഹൽഗാമിൽ കൊല്ലപ്പെട്ട സ്വന്തം മകളുടെ മുന്നിൽ വെച്ച് വെടിയേറ്റ് മരിച്ച കുഞ്ഞുങ്ങളെ അടക്കം കൊണ്ടുപോയി അവിടെ വെച്ച് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെയും കൊണ്ട് അവിടേക്ക് യാത്ര നടത്തിയ ഒടുവിൽ ഭീകരരുടെ ആക്രമണത്തിനിരയായി കൊല്ലപ്പെട്ട ശ്രീരാമേന്ദ്രൻ്റെ ഭൗതിക ശരീരം ഇപ്പോൾ നെടുമ്പാശ്ശേരി എത്തിച്ചിട്ടുണ്ട്. അവിടെ സംസ്ഥാന സർക്കാരിന് വേണ്ടി കൃഷിമന്ത്രി പി പ്രസാദ് അടക്കമുള്ള ആളുകൾ ഭൗതിക ശരീരത്തെ ഏറ്റുവാങ്ങുകയാണ് അവിടെ നെടുമ്പാശ്ശേരിയിൽ. അവിടെ നാസിഫ് നമ്മോടൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആസിഫ്, ഇപ്പോൾ ആണോ എത്തിയിട്ടുള്ളത്? എപ്പോഴായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക? മറ്റു വിവരങ്ങൾ എന്താണ്? സനീഷ, തീർച്ചയായും ഏകദേശം ഒരു 30 സെക്കൻഡ് സമയം മാത്രമായിട്ടുള്ളൂ അതിൻ്റെ മൃതദേഹം എയർപോർട്ടിൻ്റെ വെളിയിലേക്ക് എത്തിച്ചത്. 8 മണിയോട് കൂടി മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിമാനം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് എത്തിയിരുന്നു. ഇപ്പോൾ മൃതദേഹം വിമാനത്താവളത്തിൻ്റെ മുമ്പിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. മന്ത്രി പി പ്രസാദും അതുപോലെ തന്നെ ജില്ലാ കളക്ടറും ചേർന്നാണ് മൃതദേഹം ഏറ്റുവാങ്ങിയത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, അതുപോലെ തന്നെ എംപിമാരായ ഹൈബി ഈഡൻ, ബെന്നി ബെഹനാൻ, MLA-മാരായ അൻവർ സാദത്ത്, ടി ജെ വിനോദ്, എൽദോസ് കുന്നപ്പള്ളി, അങ്ങനെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളെല്ലാം ഇപ്പോൾ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോഴിങ്ങോട്ട് എത്തി മൃതദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുകയാണ്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ്, അതുപോലെ ഇപ്പോൾ സുരേഷ് ഗോപി കൂടി ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കൂടി ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളും കേന്ദ്രമന്ത്രിമാരും സംസ്ഥാന മന്ത്രിമാരും MPമാരും MLA-മാരും എല്ലാവരും സ്ഥലത്തേക്ക് എത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അവിടെ ഈ സഹപ്രവർത്തകരടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. കുടുംബാംഗങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. വലിയ ഒരു രീതിയിൽ തന്നെ ആളുകൾ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. എന്തായാലും പൊതുദർശനം അടക്കമുള്ളവ നമ്മൾ മറ്റന്നാളാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഇന്ന് ഇവിടുന്ന് നേരെ മൃതദേഹം കൊണ്ടുപോകുന്ന ആശുപത്രി, അതിനുശേഷം മൃതദേഹം സ്വാഭാവികമായും നാളെയും മോർച്ചറിയിൽ തന്നെ സൂക്ഷിക്കും. മറ്റന്നാളാണ് മൃതദേഹ സംസ്കാരം നിശ്ചയിച്ചിട്ടുള്ളത്. മറ്റന്നാൾ രാവിലെ 7 മണി മുതൽ 9 മണി വരെയാണ് ചങ്ങമ്പുഴ ഇതുമായി ബന്ധപ്പെട്ട പൊതുദർശനം നിശ്ചയിച്ചിട്ടുള്ളത്. അതിനുശേഷം 9:30യോടുകൂടി മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകും. 12 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിട്ടുള്ളത്. 12 മണിക്ക് പൊതുശ്മശാനത്തിൽ സംസ്കാരം നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായത് എന്ന് നമുക്ക് അറിയാം. ദുബായിൽ നിന്ന് നാട്ടിലെത്തിയ മകൾക്കും പേരക്കുട്ടികൾക്കുമൊപ്പം അവധി ആഘോഷിക്കാനായി ഭാര്യയ്ക്കൊപ്പമാണ് അദ്ദേഹം ജമ്മു കാശ്മീരിലേക്ക് യാത്ര തിരിക്കുന്നത്. അവിടെ വെച്ചാണ് ഭീകരരുടെ ആക്രമണത്തിന് അദ്ദേഹവും ഇരയാകുന്നത്. ആദ്യഘട്ടത്തിൽ ഈ ഒരു ഭീകരാക്രമണത്തിൻ്റെ വാർത്ത വന്ന സമയത്ത് മലയാളികളെല്ലാം സുരക്ഷിതരാണ് എന്നായിരുന്നു നമ്മളെല്ലാവരും കരുതിയിരുന്നത്. പിന്നീടാണ് ആ ദാരുണമായ വാർത്ത എത്തിയത്.
ആ ഭീകരാക്രമണത്തിൻ്റെ ഇരയായി ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രനും കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്ത. കുറേ കാലങ്ങൾ, വർഷങ്ങളോളം നീണ്ട പ്രവാസ ജീവിതം നയിച്ച അദ്ദേഹം 5 വർഷം മുമ്പാണ് അദ്ദേഹം നാട്ടിലേക്ക് എത്തുന്നത്. തുടർന്ന് പൊതുപ്രവർത്തനവും ചെറിയ ബിസിനസ്സുകളുമൊക്കെയായി ഇടപ്പള്ളിയിലെ വീട്ടിലായിരുന്നു അദ്ദേഹം ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. എന്തായാലും മകൾക്കും പേരക്കുട്ടികൾക്കും ഭാര്യയ്ക്കുമൊപ്പം ഒരു സന്തോഷകരമായ ഒരു യാത്ര ആഗ്രഹിച്ചാണ് അദ്ദേഹം കാശ്മീരിൻ്റെ താഴ്വരയിലേക്ക് എത്തുന്നത്. അവിടെ ലഭിച്ച ആ ഒരു സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ പെട്ടെന്ന് തന്നെ ഭീകരാക്രമണത്തിലൂടെ ഇല്ലാതാവുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ ഒരു സംഗതി. എന്തായാലും ആ ഭീകരാക്രമണത്തിൻ്റെ ഇരയായി ജീവൻ നഷ്ടപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് ഇപ്പോൾ എത്തിച്ചിരിക്കുകയാണ്. പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ, മന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നു, പ്രതിപക്ഷ നേതാവുണ്ടായിരുന്നു, മറ്റ് MLA-മാരുണ്ടായിരുന്നു. ഇപ്പോഴും MLA-മാർ അവിടെ നിൽക്കുന്നത് നമുക്ക് കാണാം. അൻവർ സാദത്ത് MLA ഉണ്ട്, മറ്റ് MLA-മാരുണ്ട്. അവരെല്ലാവരും അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മന്ത്രി ഉമേഷ് അതുപോലെ തന്നെ ഇപ്പോൾ കളക്ടർ ഇവിടെ ഇപ്പോൾ അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. റൂറൽ SP അന്തിമോപചാരം അർപ്പിക്കുന്നത് നമുക്ക് കാണാം. അങ്ങനെ എല്ലാവരും അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇവിടെ നിന്ന് ഇപ്പോൾ ഏതായാലും ഹോസ്പിറ്റലിലേക്ക്, മോർച്ചറിയിലേക്ക് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്.